ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ പെരട്ട കിളവാ, എടാ തൈലന്തൂരി താത്തൻ, നിന്റെ ഒരു മർമാണി പരിപാടി. അപ്പൊ നമ്മുടെ ഉലകനായകൻ കമലഹാസനെ കുറിച്ച് പറയുന്നതാണ് ആര്? നമ്മുടെ ഗോക്ക് ചേട്ടൻ. കമലഹാസൻ പറഞ്ഞു ഈ പടം ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്. അപ്പോൾ ആള് കണ്ടുപിടിച്ച റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധാർത്ഥ് 45 വയസ്സായ തന്തയാണ് അത്ര ഈ പടം പിള്ളേരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാരക്ടർ കൊടുത്തുള്ളൂ. 45 വയസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് പിള്ളേരെ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. ആള് ഈ പടത്തിൽ ലുക്ക് പിടിച്ചുള്ള അത്യാവശ്യം ചെറുപ്പം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. ദയവ് ഇത് അതിനെ കുറ്റം പറയരുത്. ആ ചെറുപ്പത്തിൽ ചെറുപ്പഭാഗം കാര്യങ്ങൾ, ഒരു യൂത്ത് ടീമിന്റെ എനർജി കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 45 വയസ്സായി എന്ന് വെച്ചിട്ട് ആൾക്ക് ഇനി ചെറുപ്പകാലം ചെയ്യാൻ പറ്റില്ല. കോക്കണ്ണ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. പിന്നെ തൈലന്തൂരി താത്ത മർമാനി പരിപാടിയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് എവിടെ കിട്ടുമനുസരിച്ചുള്ള കുറെ ഭാഗങ്ങൾ കുറെ ബുക്കുകളിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. യൂട്യൂബിൽ 1-2 വീഡിയോസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വിമർശിക്കല്ലോ. പടം കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, ഓക്കെ. പിന്നെ ചേട്ടന് മുടി ഇങ്ങനെ വീണിട്ട് പറ്റുന്നില്ല പറയാ, അത്ര ബുദ്ധിമുട്ടുള്ള ആളിരുന്ന് പറയുന്നു. ഉലകനായകന് അഭിനയിക്കാൻ അറിയില്ല. അയ്യോ, ശങ്കറി പടം എടുത്തത് ആളെ അപരാധിക്കാൻ വേണ്ടിയാണ്. അപരാധിക്കാം. പിന്നെ അനിരുദ്ധ്, എന്തിനാടാ മോനെ ഈ പണി ചെയ്തത്? ശരിയാണ്, എന്തിനാ ഈ പണി ചെയ്തത്? അപ്പോൾ ഇന്ത്യൻ 2 എന്ന പടത്തിനെ കുറിച്ചാണ്. ഇത്ര ഒരു ബിഗ് ബജറ്റ് പടം എടുക്കുകയാണ്. ഏകദേശം 250 കോടി രൂപ ചിലവാക്കിയിട്ട് ഒരു ബിഗ് ബജറ്റ് പടം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പടത്തിൻ്റെ ഇടയിൽ പല രീതിയിൽ പാളിപ്പോയേക്കാം. ഒരുപാട് പടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു പടത്തിനെ കുറിച്ച് നമ്മുടെ കോപ്പിയായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. മലൈക്കോട്ടെ വാലിബൻ ചേട്ടാ ഒന്ന് പേരിലൊക്കെ കേട്ടാ വന്നേട്ടാ. ആ പടത്തില് അതിൽ വിമർശിച്ച രീതികളൊക്കെ ഉണ്ട്. അർഹിക്കുന്ന വിമർശനമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ വിമർശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഭയങ്കര ശോകമായി. ചേട്ടൻ വലിയ സംഭവമല്ലേ, ചേട്ടൻ എന്തും പറയാലോ, കാണാൻ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ കമലഹാസന് എന്താ പറയുക, പടം എടുത്ത് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കറും ടീം അനിരുദ്ധും ഇനി പ്രൊഡ്യൂസർക്ക് പൈസ ഇട്ടേക്ക് ഒരു കയ്യബദ്ധം പറ്റി. ഇവരൊക്കെ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച അങ്ങേറ്റത്തെ ആളുകളാണ്. എല്ലാ പടങ്ങളും അങ്ങനെ വിജയിച്ചിട്ടുണ്ട്. ബിഗ് ബജറ്റ് പടങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ട്. എത്ര പടങ്ങൾ കാശിറക്കി പൊട്ടികൾ നോക്കി ചേട്ടാ. അങ്ങനെ സംഭവിച്ചാൽ മതി. ഇവർക്കൊരു തിരിച്ചുവരവില്ലേ? ഇന്ത്യൻ ത്രില്ലിലൂടെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ലേ? അങ്ങനെ ഭയങ്കര വിഷമത്തിൽ അണ്ണൻ ചേട്ടൻ്റെ ഒരു ഭയങ്കര റിവ്യൂ ഇന്നലെ കണ്ടു. എന്നിട്ട് കമ്പാരിസൺ വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിൻ്റെ ഒക്കെ ഇതൊക്കെയായിട്ട് എന്തിനാണ് ചേട്ടാ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? എന്തായാലും പ്രണവ് മോഹൻലാലിന് ഉലകനായകന്റെ ലുക്കും കാര്യങ്ങളായിട്ട് കമ്പാരിസൺ കോക്കാട്ടൻ എന്തായാലും അടിപൊളി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കേട്ടാ, ആ ക്ലൈമാക്സ് സീനിലെ ആള് 6 പാക്ക് കാണിക്കുന്നത് കണ്ടില്ല ഇതുപോലെ കേട്ടാ. അത് ചേട്ടൻ പറഞ്ഞത് ഫിറോസ് ചുട്ടി പാറ കണ്ടുവച്ച് ഗ്രില്ലടിച്ചു, അത് അടിപൊളി സാധനമാണ്. അതൊക്കെ വെറുപ്പിക്കൽ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു കുറച്ചൊക്കെ ഇത്ര ജനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് മര്യാദയോടെ കൂടെയൊക്കെ സംസാരിക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം അല്ലാണ്ട് തന്നെ BFS കാര്യങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ഈ പടം കാണാൻ പോണ സമയത്തൊക്കെ നമുക്ക് ഈ പടത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഞാനൊരു പേഴ്സണൽ വീഡിയോ ചെയ്തിരുന്നു, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയുടെ പറഞ്ഞു പോയതാണ്. ട്രെയിലർ കണ്ട സമയത്ത് നമുക്കുള്ള പ്രതീക്ഷകളൊക്കെ അങ്ങേറ്റം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഈ പടം കാണാൻ പോയത് എന്താ വെച്ചാൽ ഇന്ത്യൻ 2 ഇന്ത്യൻ 1 ആയിട്ട് അതൊക്കെ മേലെ വരും, അതിൽ താഴെ വരും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇത് കമലഹാസനാണ് അഭിനയിക്കുന്നത്. പിന്നെ ശങ്കറിന്റെ പടമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോയത്. അല്ലാതെ ഇത് വലിയ സംഭവം ഇന്ത്യൻ 1 ചെയ്തിട്ട് ഇന്ത്യൻ 2 വരുന്ന സംഭവം അങ്ങനെ ഒരിക്കും അങ്ങനെ നല്ലടോ. ഇത് നമ്മൾ ആ രീതിയിലേക്ക് തന്നെ പോയത്. ആ രീതിയിൽ കണ്ടുപോയതുകൊണ്ട് നമുക്ക് പടം ഒരു ആവറേജ് താഴെ. ഞാൻ പടം കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് ചിരിച്ചൊന്നുമില്ല. ചിരിങ്ങനെ കുറച്ച് പാസ്സൊക്കെ വന്ന സമയത്ത് കുറച്ച് ഇമോഷണലൊക്കെ ആയി. കുറെ സംഭവങ്ങൾ കുറെ ഭാഗങ്ങളൊക്കെ എന്തിനാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന് പോയി. പിന്നെ അത്യാവശ്യം കുറച്ച് ആ സെറ്റ് ഇട്ടത് അടിപൊളിയായിരുന്നു കേട്ടോ. VFSലെ കുറെ സീനുകളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ട്. പിന്നെ പടം വരുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടൊക്കെ പടം ഭയങ്കര എക്സ്പെക്ടേഷൻ പോയിട്ട് നമുക്കിപ്പോൾ പലവും സംഭവിക്കും. ഇപ്പോൾ ഫിലിം എടുക്കുന്ന സമയത്ത് ഇത്ര കോടികൾ ഒരു പമ്പ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അത് വിജയിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യും. ഈ മലക്കോട്ടെ വാലിബനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഈ മലക്കോട്ടെ വാലിബൻ എന്നുള്ള പടം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഇതിന്റെ മോഹൻലാലിന്റെ ഇന്റർവ്യൂ കാണിക്കുന്ന സമയത്ത് തിയേറ്റർ കൊല്ലിൽ നിന്ന്. പക്ഷെ ഇവര് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇതിന് എയർലി കയറി ആളാരെ ഡിരൂപാപ്പച്ച. അപ്പോൾ ഈ പടത്തിന്റെ കാര്യങ്ങൾ അവരൊന്ന് പാടിപ്പോയതാ. ഇതിന്റെ VFS കാര്യങ്ങളൊക്കെ പോയി ശരിയാക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു. എന്നിട്ട് നമ്മുടെ ചേട്ടൻ രണ്ടാമത് പണിയെടുത്തുണ്ടാക്കിയ സാധനമാണ്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ പടത്തിലുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് പോയി 90 ദിവസം മോഹൻലാൽ അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തതാ. പടം പോയി എന്ന് വെച്ചിട്ട് ലാലേട്ടനെ കൊല്ലാൻ വേണ്ടി ലിജോ പല്ലിശ്ശേരി എടുത്ത പടങ്ങളാണ്. അത് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആരാ? ഷിബു ബേബി ജോൺ ഇത്ര പൈസ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്.
വെറുതെ പടങ്ങളൊക്കെ ആകുമ്പോൾ പൊട്ടുമ്പോൾ ആളൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു നിലവാരത്തിലുള്ള സംസാരം, ഇതൊക്കെ ഒരുമാതിരി നിങ്ങളൊക്കെ അത്ര അത്യാവശ്യം ആളുകളൊക്കെ വാച്ച് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെയൊക്കെ റിവ്യൂ എന്നൊക്കെ നമ്മുടെ ഹരാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം. പിന്നെ വേറൊരു റിയാക്ഷൻ മീഡിയ ഉണ്ട് റിവ്യൂ. അത് അറിഞ്ഞത് നമ്മുടെ കിഴിച്ചേട്ടന്മാരാണ്. കിഴിച്ചേട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സംഭവമായിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. ഒരു തമ്മിലിന് തന്നെയാണ് കക്കൂസ്, ഒരു സ്വർണത്തിൻ്റെ പ്ലങ്കാവ്, അവിടെ കക്കൂസ്. സ്വർണത്തിൻ്റെ പ്ലങ്കാവ് ഉണ്ടെങ്കിൽ അവിടെ കക്കൂസ് തന്നെയല്ലേ വേണ്ടത്. നീ കക്കൂസ് ഇല്ലെങ്കിലും നീ കാര്യം മനസ്സിലാക്കണം, ഈ കക്കൂസ് പല നിറങ്ങളിൽ വരുന്നുണ്ട്. സ്വർണത്തിൻ്റെ അങ്ങനെ ആവണമെന്നില്ല. ഇത് മഞ്ഞ വരുന്നുണ്ട്, പച്ച വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്, കറുപ്പ് വരുന്നുണ്ട്. ഇത് സിറാമിക് കോട്ടിങ് ചെയ്യുന്നതാണ് മനുഷ്യൻ. പിന്നെ കക്കൂസിൽ പിന്നെ ദൂരല്ലാണ്ട് നമ്മൾ പോയിട്ട് കൈ കഴുകും. പിന്നെ ആരൊരാൾ പറഞ്ഞു കേട്ടെന്നൊക്കെ പറഞ്ഞ് സ്വർണത്തിൻ്റെ കക്കൂസ് കണ്ടെന്ന്. ഇതൊക്കെ ഉണ്ടോ? ഒരു കുറച്ചു കാലം മുമ്പ് വലിയ വാർത്ത തന്നെ ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ സ്വർണത്തിൻ്റെതാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വർണത്തിൻ്റെ കക്കൂസ് വേണമെന്നില്ല, സിറാമിക് കോട്ടിങ് അടിക്കാം. താങ്കൾ കാര്യം മനസ്സിലാക്കുക, ഈ തൂറേണ്ടത് അത്ര മോശം സംഭവമൊന്നുമല്ല. നിങ്ങളൊരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് പിറ്റത്തെ ദിവസം തൂറാതിരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പിറ്റത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റും, തൂറാതിരിക്കാൻ പറ്റില്ല. മൂത്രമൊഴിക്കാൻ പറ്റും. ഈ പടത്തിലൊരു സീൻ കാണിക്കുന്നുണ്ട്, പുറത്ത് മൂത്രമൊഴിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് ബാത്റൂം ഇരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് യൂത്ത് ആളുകൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടോ ഈ പടം, അങ്ങനെ വിമർശിക്കല്ലേ. ഇത് നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യയിൽ 100 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ 15 വീട്ടിലെ കക്കൂസുള്ളൂ. അപ്പം അത്രയും വാല്യുബിളായ സാധനം ഇത്. അപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് തൂറുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. പിന്നെ കളർ കക്കൂസിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡീലായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഇൻഡസ്ട്രി വരെ വർക്ക് ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉണ്ടോ. അപ്പോൾ പിന്നെന്താ, ശങ്കർ ഉലകനായകനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പടം പൊട്ടിച്ചൊന്നല്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കല്ല മക്കളെ. ഇയാൾക്ക് എന്തിൻ്റെ കട 250 കോടി ഇറക്കിയ പ്രൊഡ്യൂസർക്ക് എന്തിൻ്റെ കട. പിന്നെ അരുതി ചേട്ടൻ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എല്ലാവരും. അതൊക്കെ ശരി തന്നെ. എന്ന് വെച്ചൊരു കോമഡി പടമായിട്ടൊക്കെ ചിത്രീകരിക്കേണ്ട എല്ലാ കാര്യത്തിന് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുന്നവർ കാണട്ടെ, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. മാന്യമായ രീതിയിൽ, അറിയാവുന്ന രീതിയിൽ. അറിയാത്ത കാര്യങ്ങളൊക്കെ വെറുതെ കണക്ട് ചെയ്തിട്ട് ചെയ്യണ്ട ചേട്ടാ. ഒരു ഭയങ്കര ഇമോഷണലൊക്കെ ഓരോരുത്തർ വന്ന് ഈ പടത്തിൻ്റെ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടായിട്ട് ഹീറ്റായിട്ടൊക്കെ. എന്തിന് എത്ര പടങ്ങൾ 100-150 കൊടുത്തിട്ട് നമ്മൾ പോയിട്ട് കാശ് പോയിട്ടുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും കണ്ടിരുന്നൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. എത്ര പടങ്ങളിൽ കാശ് പോയിട്ടുണ്ട് ഒന്ന് പറയല്ലേ. പിന്നെ നമ്മ ഈ പറയുന്ന ആളുകൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പടത്തിന് പോവാണെങ്കിലും കോക്കേണ്ണ അതിക്ക് ഓർമ്മ വരുന്ന ഭീഷ്ണപ്രഭ, ഹൃദയം, പടക്ക് ബ്ലോക്ക് ബസ്റ്റർ ആട്ടം. പിന്നെ കിഴിച്ചാട്ടന്മാരെ ഏറ്റവും വലിയ സംഭവമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇൻഡസ്ട്രി ഹിറ്റാണ്, മലയാള സിനിമയിൽ ഏറ്റവും ടോപ്പ് കളക്ഷനാണ്. അപ്പോൾ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും, പറയുമ്പോൾ ഒക്കെ മാറാം. ജനങ്ങളാണ് ശരി. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയാലും മറ്റുള്ളവർക്ക് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അത് അങ്ങനെ പ്രതീക്ഷിച്ച് പോയാൽ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടാ ഞാൻ പോയിട്ടില്ല. ഇന്ത്യൻ 1 അവിടെ കിടക്കുന്നു, ഇന്ത്യൻ 2 ഇപ്പൊ കുറച്ച് കാലങ്ങൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ചെയ്തു. അത് അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടാൻ പോയി. ആ സംഭവം പാളിപ്പോയിട്ടുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊന്നും വിമർശിക്കുമല്ലോടോ. വിമർശിക്കുമ്പോൾ എല്ലാവർക്കും വിമർശിക്കും. നിങ്ങളുടെ അടിയിലൊക്കെ വരുന്ന കമന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കും. പിന്നെ വേറൊരു ചേട്ടൻ പറഞ്ഞില്ല, ചേട്ടൻ പോയി വീഡിയോ സീക്രട്ട് ഏജന്റ് ചേട്ടനാന്ന് തോന്നുന്നു, ഒറ്റയിടിക്കാൻ തോന്നുന്നു. അതൊരു മാനസിക വികാരമാണ്. കഴിഞ്ഞ് കാശ് പോയതിൻ്റെ വികാരം. പക്ഷെ നമ്മളെല്ലാ പടം കാണുന്ന ആളുകളാണ്, അത്രയ്ക്ക് അങ്ങോട്ട് വിമർശിക്കല്ലേ. പിന്നെ ഈ പടത്തിലൊക്കെ അത്യാവശ്യം കുറച്ച് പാസ്സൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ആ കോമഡി പിടിച്ച് കണ്ട് ചിരിച്ച് കണ്ട പിന്നെ പാസം വരുമ്പോൾ നിങ്ങൾ പൊട്ടിക്കറിയോ, അങ്ങനെയുണ്ട്. പിന്നെ ഇമോഷണലി പറയേണ്ട ആളുകൾ ഇമോഷണലി നമുക്ക് പേഴ്സണൽ കാര്യങ്ങളാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഷെയർ ചെയ്യും. പക്ഷെ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നുള്ള കേട്ടോ. ചേട്ടന്മാരൊക്കെ വലിയ സംഭവമാണ്. ഇതിലിപ്പോൾ ഞാൻ കണ്ട 1-2 വീഡിയോസിലാണ്. പിന്നെ ഏതൊരു ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വീഡിയോ ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാളാണ് കേട്ടോ. അല്ല ഒരു ചേട്ടൻ പറഞ്ഞ കാര്യം, സെറ്റ് ഇട്ടത് കാണാൻ വേണ്ടി സിനിമയ്ക്ക് പോകും. എന്തിന് സെറ്റ് ഇട്ടത് കാണാൻ വേണ്ടി സിനിമയ്ക്ക് പോകുന്നത്? എന്തായാലും ടിക്കറ്റ് എടുത്താൽ 3 മണിക്കൂർ പടം അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ കണ്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പടം കയ്യിൽ നിന്ന് പോയി നല്ല രീതിയിൽ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എല്ലാ മേഖലയിൽ അങ്ങനെ കുറ്റപ്പെടുത്തല്ലോടോ. ഇത്രയും കാശ് ചിലവാക്കിയൊരു പ്രൊഡ്യൂസർ പടം എടുത്തു, ഉലകനായനെയും കൊണ്ടുവന്നു, ശങ്കറിനെയും കൊണ്ടുവന്നു. ഈ പടം പൊട്ടിക്കുക അവർക്കുണ്ട്, തലയ്ക്ക് ഓളം. അപ്പോൾ കയ്യിൽ നിന്ന് പോയി അങ്ങോട്ട് പോയി പ്രതികരിക്കുക. പിന്നൊക്കെ പറയാൻ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളൊക്കെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളൂ ചേട്ടന്മാരെ, ഒന്ന് വിചാരിക്കരുത്. നിങ്ങളീ പടം ഇന്ത്യൻ 2 എന്നൊരു പടം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വെറുതെ തിയേറ്ററിൽ പോയിരുന്ന്, ഇപ്പം വേറെ പടങ്ങളൊന്നുമില്ല, പോയിരുന്നൊരു 3 മണിക്കൂർ ഫ്രീ ആണെങ്കിൽ ഇരുന്ന് കാണാം. അത് കാണാതിരിക്കാനുള്ള പ്രത്യേകിച്ചൊന്നും അതിലില്ല. ഒരു പ്രാവശ്യം കാണാൻ വേണമെങ്കിൽ
അതായത് ഇപ്പോൾ കാശ് എന്താ പറയുക ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടൊന്നും പോകണ്ട. സിനിമ കാണുന്ന ആളുകളുണ്ടെങ്കിൽ കമലഹാസന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ആള്. പിന്നെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്തതിൽ തെറ്റുകൾ ഉണ്ട്, ഇല്ലാന്ന് ഞാനും പറയുന്നില്ല. അനിരുദ്ധിന്റെ ആയാലും ശങ്കറിനെ എവിടെയോ നല്ല രീതിയിൽ വിളച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ പടം കാണാതിരിക്കേണ്ട കാര്യമില്ലേ, കാണുന്നവർക്ക് കാണാം. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോവുക. പിന്നെ ഒരാളിങ്ങനെ വലിച്ചു വാരി ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ എന്താ പറയുക പരട്ടക്കളവ്, തൈലന്തൂരി തത്ത, ഇതൊക്കെ വളരെ മോശമല്ലേ. പിന്നെ കക്കൂസിന് വാല്യൂ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെക്കാളും ചിലപ്പോൾ ഒരാൾക്ക് നീഡ് വരും. പിന്നീട് നീഡിന് കക്കൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ, അത് നമ്മളെ വീഡിയോ കെട്ടാൻ പറ്റില്ല, അവിടെ കക്കൂസ് തന്നെ വേണം. പിന്നെ അത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയമാണ് നമുക്ക് നിങ്ങൾ എന്നോട് ചോദിക്കാം. അപ്പം മാന്യമായിട്ട് പ്രതികരിക്കുക, ഒപ്പീനിയൻ പറയും, റിവ്യൂ ചെയ്യും. മുകേഷ്.